വിവാഹ ജീവിതത്തെക്കാൾ വിവാഹമോചനം ഒരു ട്രെൻഡായി മാറിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വിവാഹമോചനം നേടിയ ഒരു കൂട്ടം സ്ത്രീകൾ ചേർന്ന് രൂപപ്പെടുത്തിയ ഓൾ കേരള ഡിവേഴ്സ് വിമൻസ് അസോസിയേഷന്റെ 10ാം വാർഷിക ചടങ്ങുകളിലേക്ക് നിങ്ങളെയും ഞങ്ങൾ ക്ഷണിക്കുന്നു. ഞാൻ ഇട്ടൊന്നും അല്ല ചേച്ചി, ആ സൗണ്ട് പറഞ്ഞാണ് ഇട്ടതാ. അവളല്ല അവൻ. അവനോ? എന്ത് ധൈര്യത്തിലാണ് നമ്മുടെ സംഘടനയുടെ പരിപാടിക്ക് ആളിനെ വിളിച്ച് കയറ്റിയത്? പോയി ഞങ്ങളുടെ സംഘടനാ കാരോട്. പറയണ പണികളെടുക്കണ മെഷിനല്ല, പല നാളുകൾ ഞങ്ങളെ അടിമകളാക്കി, ഇനിയതു മതിയല്ലോ. വനിതകൾ എന്നാൽ പുരുഷൻ പറയണ പണികളെടുക്കണ മെഷിനല്ല. സമ്മേളനം ആരംഭിക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് ഒരു പ്രത്യേക കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. കല്യാണം കഴിഞ്ഞ് ഭർത്താവിന്റെ സംരക്ഷണയിൽ ഏതെങ്കിലും സ്ത്രീ ഈ ഓഡിറ്റോറിയത്തിൽ ഉണ്ടെങ്കിൽ ദയവേത് ഓഡിറ്റോറിയം വിട്ടു പോകേണ്ടതാണ്. കാരണം ഇത് ഭർത്താവുമായി പിരിഞ്ഞു ജീവിക്കുന്ന വനിതകളുടെ സംഘടനയാണ്. അതുകൊണ്ട് ദയവായി നിങ്ങൾ പുറത്തു പോകണം. ഭർത്താവിന്റെ കൂടെ ആരെങ്കിലും ജീവിക്കുന്നുണ്ടെങ്കിലേ. പ്രിയമുള്ളവരെ, ചടങ്ങുകൾ ആരംഭിക്കാൻ പോവുകയാണ്. അതിനാൽ ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ വിശിഷ്ട അതിഥികളെ നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം. ആദ്യമായി നമുക്കൊരു ഈശ്വര പ്രാർത്ഥനയോടെ തുടങ്ങാം. ഈശ്വര പ്രാർത്ഥന ചൊല്ലാൻ വേണ്ടി കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ട് പാടാൻ ഫേമസ് ആയ ഭരണി സിസ്റ്റേഴ്സിനെ നമുക്ക് ക്ഷണിച്ചു കൊള്ളാം. ഈ വേദി പൊന്നാട അണിക്കൽ ചടങ്ങുകളാണ് നടത്താൻ പോകുന്നത്. ഏതാണ്ട് 30 വർഷത്തോളം ഭർത്താവുമായി ബന്ധം പിരിഞ്ഞു കഴിഞ്ഞു ജീവിക്കുന്ന നമ്മുടെ സ്വന്തം പുഷ്പവല്ലി മാഡത്തെയാണ് നമ്മൾ പൊന്നാട അണിക്കാൻ പോകുന്നത്. ഈ സംഘടനയ്ക്ക് വേണ്ടി അഹോരാത്രം കഷ്ടപ്പെടുന്നതാണ് നമ്മുടെ പുഷ്പവല്ലി മാഡം. പൊന്നാട അണിക്കാൻ ഞാൻ ഞങ്ങളുടെ പ്രസിഡന്റ് ശരിക്കും 12 വർഷമായിട്ട് ഭർത്താവുമായി പിരിഞ്ഞ് ജീവിക്കുകയാണ്. തുണിക്കിപ്പോ എന്താ വില അല്ലേ? അതാണ്. ഇനി 2 വാക്ക് സംസാരിക്കാൻ ഹേമേഷ് അടിക്കുന്നു.
നിന്നോട് പല തവണ ഞാൻ പറഞ്ഞിട്ട് എന്നെ വെറും ഹേമ എന്ന് വിളിക്കുന്നത്. Call me ഹേമ ma'am. No. Okay? No. Good evening, ladies and അതിന് വേണ്ട എന്റെ പ്രിയപ്പെട്ട വനിതാ സഹോദരിമാർ, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കുഞ്ഞനുജത്തിയുടെ വന്ദനം. പ്രായമാണ് എന്നിട്ടാണ് അവൾ നമ്മളെ എനിക്ക് നിങ്ങളെല്ലാവരോടും പറയാനുള്ളത് മറ്റൊന്നുമല്ല, നമ്മൾ വനിതകൾ ഒറ്റക്കെട്ടായി നിൽക്കണം. നമ്മുടെ വായിൽ നിന്ന് സംസ്കാരമില്ലാത്ത ഒരു വാക്ക് പോലും പുറത്തു വരാൻ പാടില്ല. സംസ്കാരം അവളൊരു സംസ്കാര നീ കുറച്ച് നേരായി പറഞ്ഞത് കേട്ടോ. നീ പറയാമെന്ന് ഞാൻ കേൾക്കണമെന്ന് വിചാരിച്ചോ? ഇതിനൊക്കെ മറുപടി എനിക്ക് പറയാൻ അറിയാൻ പാടില്ല. പക്ഷെ ഈ വേദിയിൽ സംസ്കാരത്തോടെ പെരുമാറുന്നത് വിചാരിച്ചിട്ടാ ഇങ്ങനെ പറഞ്ഞല്ലോ. ഏതായാലും നമ്മുടെ പരിപാടിയുടെ ഉദ്ഘാടനത്തിനായി നമ്മുടെ സ്വന്തം പുഷ്പവതി മാഡത്തെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമ്മൾ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കലപ്പുരകളിൽ ശേഖരിക്കുന്നുമില്ല. ഇതോ രക്ഷതി കൗമാരെ, പത്രോ രക്ഷതി യൗവനെ, പുത്രോ രക്ഷതി വാർദ്ധക്യേ, നാ സ്ത്രീ സ്വാതന്ത്ര്യ വർത്തതേ എന്നാണല്ലോ ശബരപത്രത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഈ സംഘടനയുടെ രക്ഷാധികാരി എന്ന നിലയ്ക്ക് ഞാൻ പറയുന്നു, എന്നാൽ ഇനി മുതൽ അങ്ങനെയല്ല. ക്ലാസ്മേറ്റോ രക്ഷതി കൗമാരെ, ബോയ് ഫ്രണ്ടോ രക്ഷതി യൗവനെ, ഹോംനേഴ്സോ രക്ഷതി വാർദ്ധക്യേ എന്നാക്കി മാറ്റണമെന്ന്. ഇനി വിവാഹബന്ധം എങ്ങനെ വേർപെടുത്താമെന്നോർത്ത് ഒരു സ്ത്രീകളും വിഷമിക്കേണ്ടതില്ല. വിവാഹബന്ധം വേർപെടുത്താനുള്ള 101 എളുപ്പ വഴികൾ എന്ന എന്റെ പുസ്തകം വായിച്ചാൽ മാത്രം മതി. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ മനമാകുന്ന പ്രസംഗത്തിലെ ഇലകളാകുന്ന വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം, നമസ്കാരം, സ്തുരിതം. അടുത്തതാണ് അവാർഡ് ദാന ചടങ്ങുകളാണ്. ഈ വർഷവും എല്ലാ വർഷത്തെ പോലെ ഏറ്റവും കുറഞ്ഞ സമയം ഭർത്താവിനോടൊപ്പം ചെലവാക്കിയ വനിതയ്ക്കുള്ള അവാർഡാണ്. ഞങ്ങൾക്ക് ഇതിനു വേണ്ടി ഒരുപാട് നോമിനേഷൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും ഞങ്ങൾ 3 പേരെയാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. സോ the nominees are Chalikavattu Janaki, Mangala Subhadra, Kollalita. അപ്പോൾ നമുക്ക് അറിയില്ലേ ഈ അവാർഡ് ആരാണ് കരസ്ഥമാക്കിയത്? Any guess? This award goes to Mangala Subhadra. ഈ അവാർഡ് നൽകാൻ ഞാൻ പ്രസിഡന്റിനെ വേണ്ടി ക്ഷണിക്കുന്നു. ചില കാരണങ്ങൾ വശാൽ മങ്ങാട് സുഭദ്രയ്ക്ക് ഈ വേദിയിൽ എത്തിച്ചേരാൻ പറ്റിയില്ല. അതുകൊണ്ട് ഈ അവാർഡ് വാങ്ങിക്കാൻ വേണ്ടി മങ്ങാട് സുഭദ്രയുടെ സ്വന്തം മനുഷ്യൻ മിസ് മാലികയെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അൺഫോർച്ചുനേറ്റ്ലി ചേച്ചിക്ക് സമാധാനത്തിൽ പങ്കെടുക്കാൻ വരാൻ സാധിച്ചില്ല. ചേച്ചിക്ക് ഈ അവാർഡ് കിട്ടിയതിൽ ഒരുപാട് അഭിമാനമുണ്ട്. അതിന് ചേച്ചിക്ക് അവാർഡ് കിട്ടിയതിന് എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് ചേച്ചിയുടെ ഹസ്ബൻഡിനോടാണ്. കാരണം പുള്ളി ചേച്ചി എത്രയും പെട്ടെന്ന് ഒഴിവാക്കിയതുകൊണ്ടാണല്ലോ ഈ അവാർഡ് ചേച്ചിക്ക് കിട്ടിയത്. താങ്ക്സ് ടു ഗോഡ്. അടുത്ത ആഴ്ച കല്യാണമാണ്. നിങ്ങളെല്ലാവരും വരണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ.
പ്രാർത്ഥന ഞങ്ങൾക്കൊക്കെ ഉണ്ടാകണം. സോ താങ്ക്സ് ടു ഓൾ. മിസ് മാളവിക, എനിക്ക് നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. വെറും 58 മിനിറ്റ് ഭർത്താവിനോടൊപ്പം ചെലവാക്കി ഈ വലിയ അവാർഡ് കരസ്ഥമാക്കിയതാണ് നമ്മുടെ സ്വന്തം മങ്ങാട് സുഭദ്ര. എന്ത് കാരണവശാലാണ് അവർക്ക് ഈ വേദിയിൽ എത്തിച്ചേരാൻ പറ്റാത്തത്? അതെ, ചേച്ചിക്ക് ഡോക്ടർ ബെഡ് റെസ്റ്റ് പറഞ്ഞിരിക്കുക. ബെഡ് റെസ്റ്റോ? അതെന്ത് പറ്റി? അതെ, ചേച്ചിക്ക് ഇത് 3-ാം മാസമാണ്. ഈ സമയം ശരീരം ഒട്ടുമാണ് കേൾക്കുന്ന ഡോക്ടർ പറഞ്ഞേക്കുന്നത്. അമ്പഴി വെള്ളത്തി. Please listen. ആരെങ്കിലും നീ ഇങ്ങോട്ട് വന്നേ. എങ്ങനെയും ഞങ്ങൾ ഞങ്ങളുടെ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ നീ പിന്നാക്കം കഴിക്കണം. ഒരു പ്രത്യേക ശ്രദ്ധയ്ക്ക് എന്റെ സെറ്റിലൊക്കെ പോയേ. പ്രധാന പരിപാടിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന വിശിഷ്ട അതിഥികളെയും കമ്മിറ്റി മെമ്പർമാരെയും എല്ലാവരെയും ഒന്നുകൂടി സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട മെമ്പർമാരുടെ ശ്രദ്ധയ്ക്ക് ഇനിയിപ്പോൾ നമ്മളിവിടെ നമ്മുടെ സ്വന്തം പുഷ്പവതി മാഡം എഴുതിയ പുസ്തകം പ്രകാശനം ചെയ്യാൻ പോവുകയാണ്. അതിനു മുമ്പ് നിങ്ങൾ എല്ലാവരോടും എനിക്ക് ഒരു കാര്യം കൂടി പറയാം. ഇവർക്കുള്ള ട്രീറ്റ്മെന്റ് ആണ് ഈ ഷോക്ക് ട്രീറ്റ്മെന്റ്. ഇനിയെങ്കിലും നന്നായി കൂടെ.